വാശിയും പോരാട്ടവും കഴിഞ്ഞ് അരങ്ങൊഴിഞ്ഞു. അമരത്തേക്ക് ആര്യാടൻ ഷൗക്കത്തെത്തുമ്പോൾ വാളും അമ്പുമായി നിന്ന അൻവർ ഒതുങ്ങിയിരിക്കുകയാണ്. കരുത്തുകാട്ടിയ അൻവർ തുടക്കം മുതൽ ആര്യാടന് എതിരായിരുന്നുവെങ്കിൽ ഫലം വന്നപ്പോൾ എല്ലാം മാറിമറിഞ്ഞു. ആര്യാടനെ കണ്ടാൽ ഹാലിളകിയിരുന്ന അൻവർ ഇപ്പോൾ പറയുന്നത് ആര്യാടൻ ഷൗക്കത്തിന്റെ തുടർ പ്രവർത്തനത്തിന് വേണ്ട സഹായവും സഹകരണവും നൽകും എന്നാണ്. ഈ സഹകരണം നേരത്തെ ഉണ്ടായിരുന്നെങ്കിൽ അൻവർ ഇപ്പോൾ UDF-ൽ ഇരുന്നേനെ. ഇനിയിപ്പോ KPCC ഓഫീസിലോട്ട് വിളിക്കുന്ന അൻവറാണോ, അല്ലെങ്കിൽ അൻവറിന്റെ കാല് പിടിക്കുന്ന KPCC ഓഫീസിന്റെ കാഴ്ചയാണോ കാണാനുള്ളത് എന്ന് നമുക്ക് ഇനി കണ്ടു തന്നെ അറിയണം. എന്തായാലും അൻവർ നിലപാട് മാറ്റിക്കഴിഞ്ഞു. ആ വീഡിയോയിലേക്ക് പോകാം. ആ മണ്ഡലത്തിലെ ജനങ്ങളാണല്ലോ വോട്ട് ചെയ്തത്. ആ മണ്ഡലത്തിലെ തുടർ പ്രവർത്തനങ്ങളും അവിടുത്തെ ഡെവലപ്മെന്റ്സും ഏറ്റെടുക്കാൻ അദ്ദേഹത്തിന് സാധിക്കേണ്ടതുണ്ട്. അതിന് പരിപൂർണ്ണ പിന്തുണ കൊടുക്കും. ഇതിനെന്താ തർക്കം? എല്ലാ നിരക്കിലെ പിന്തുണ കൊടുക്കും. വ്യക്തിപരമായും കൊടുക്കും, രാഷ്ട്രീയപരമായിട്ടും കൊടുക്കും. കാരണം അദ്ദേഹം പ്രവർത്തിക്കുന്നത് ആ ജനങ്ങളുടെ വിഷയത്തിലാണെങ്കിൽ 100% സപ്പോർട്ട് നമ്മൾ കൊടുക്കും. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൻ്റെ അന്തിമ ഫലം വന്നിരിക്കുന്നു. ആര്യാടൻ ഷൗക്കത്ത് സ്വാഭാവികമായും നല്ല ഭൂരിപക്ഷത്തിൽ ജയിച്ചു. PV അൻവർ 19,760 വോട്ടുകൾ നേടി കരുത്ത് തെളിയിച്ചു. നേരത്തെ അദ്ദേഹം ചില അവകാശവാദങ്ങൾ ഉന്നയിച്ചിരുന്നു. എന്നാൽ പോലും അദ്ദേഹം സന്തോഷവാനാണ് എന്നാണ് നേരത്തെ നടത്തിയ പ്രതികരണത്തിൽ പറയുന്നത്. ഇപ്പോൾ PV അൻവർ എന്നോടൊപ്പം ചേരുന്നു. നേരത്തെ വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു, ഏതാണ്ട് വലിയ വോട്ടുകൾ ലഭിക്കും, വലിയ മാർജിനിൽ ജയിക്കുമെന്ന്. 19,760 വോട്ടാണ് ലഭിച്ചത്. ഹാപ്പിയാണോ? 20,000 ക്രോസ് ചെയ്തു. 20,000 സംതിങ് 42 എന്തോന്ന് പറയുന്നു. ഈ വോട്ടിൽ സന്തോഷമാണ്? പൂർണ്ണമായും സന്തോഷമാണ്. മാത്രമല്ല മറ്റു വോട്ട് അവിടെ UDF-ന് വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും ആൻറ്റി പിണറായിസം ഉണ്ട് എന്നാണല്ലോ എൻ്റെ വാദം. അതുണ്ടെന്ന് വളരെ വ്യക്തമാണല്ലോ. എൻ്റെ രാജ്യം അതിന് വേണ്ടിയിരുന്നല്ലോ. ആ രാജ്യം ഫലപ്രദമായി. കേരളത്തിലെ ജനങ്ങൾക്ക് ആൻറ്റി പിണറായിസം തന്നെയാണ് കേരളത്തിൽ എന്ന റിസൾട്ടാണ് ഈ വോട്ടിംഗ് പാറ്റേൺ പരിശോധിച്ച് നോക്കി. എനിക്ക് കിട്ടിയ വോട്ടും UDF സ്ഥാനാർത്ഥിക്ക് കിട്ടിയ വോട്ടും കൂടെ ചേർത്ത് ആ ക്രോസ് വോട്ട് പോയ 10,000 കൂടെ ചേർക്കുന്നതാണ് വോട്ട്. അതാണ് ആൻറ്റി പിണറായിസത്തിൻ്റെ വോട്ട്. അത് കൺസോളിഡേറ്റ് ചെയ്യാൻ ഉള്ള സാഹചര്യം ഉണ്ടായില്ല. ബട്ട് അത് സെപ്പറേറ്റഡ് ആണെങ്കിലും അത് എഴുതി കൂട്ടിയാൽ അതാണ് ആൻറ്റി പിണറായിസം. അത്രേ ഉള്ളൂ. അതിൽ കൂടുതൽ വിശദീകരിക്കാൻ ഇപ്പം ഇല്ല. മറ്റൊന്ന്, കൂടുതൽ വോട്ട് 19,760 വോട്ടാണ് പോസ്റ്റൽ വോട്ട് കൂട്ടാതെ അവസാനം ലഭിച്ച കണക്ക്. 20,000. ഈ വോട്ട് ശരിക്കും പൂർണ്ണമായും LDF-ന്റെ വോട്ടുകളായിരുന്നു. അല്ല, മഹാഭൂരിപക്ഷം LDF-ന് വോട്ടായിരുന്നു. ഒരു 95% അതിൽ തർക്കമൊന്നുമില്ല. അതാണ് അതിൻ്റെ വസ്തുത. സത്യത്തിൽ PV അൻവറിൻ്റെ സാന്നിധ്യം, PV അൻവർ മത്സരിച്ചത് UDF സ്ഥാനാർത്ഥിയെ UDF-നെ സഹായിക്കുകയാണ് ചെയ്തത്. തീർച്ചയായിട്ടും ഉറപ്പല്ലേ. അതുതന്നെയല്ലേ റിസൾട്ട് ഓറിയൻറ്റഡ് ആണല്ലോ ഇലക്ഷൻ. നമ്മളീ നടത്തിയ അത്യധ്വാനം UDF-നെ സംബന്ധിച്ചും കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചും വളരെ പോസിറ്റീവായിട്ടുള്ള റിസൾട്ടല്ലേ. മറ്റൊന്ന്, ഒരു ക്രോസ് വോട്ടിങ്ങിൻ്റെ കാര്യം കഴിഞ്ഞ ദിവസവും ഇന്നലെയും ഒക്കെ പറഞ്ഞു. 10,000 വോട്ട് UDF-ന്റെ വോട്ട് M സ്വരാജിലേക്ക് മറിച്ചു. ഇത് ആര്യാടൻ ഷൗക്കത്തിനെ തോൽപ്പിക്കാൻ ഉറച്ച് കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ UDF-ന്റെ നേതാക്കൾ അറിഞ്ഞുകൊണ്ട് മറിച്ചതാണ്. അതൊക്കെ ഇപ്പോൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഞാൻ ഈ പറഞ്ഞതിൽ വസ്തുതയുണ്ടോ എന്ന് അന്വേഷിക്കേണ്ട UDF ലീഡർഷിപ്പാണ്. ഞാൻ വെറുതെ ആകാശത്തേക്കൊരു വെടിവെച്ചല്ല. അതവിടെ നടന്നിട്ടുണ്ട്. ആ നടന്ന വോട്ട് കൂടി ഒന്നുകിൽ എനിക്കോ അല്ലെങ്കിൽ ഷൗക്കത്തിനോ പോയിരുന്നെങ്കിൽ പോലും സ്വരാജ് എന്ന് പറയുന്ന CPM-ന്റെ പിണറായിയുടെ സ്ഥാനാർത്ഥി 45,000 വോട്ടുക്ക് കൂപ്പൂത്തായിരുന്നു. അതുകൊണ്ട് അത് UDF ലീഡർഷിപ്പ് അന്വേഷിക്കട്ടെ. ഞാൻ ചോദിക്കുന്നത്, ഈ ആര്യാടൻ ഷൗക്കത്തിനെ തോൽപ്പിക്കാൻ കോൺഗ്രസിനകത്തുനിന്ന് UDF-നകത്തുനിന്ന് ശ്രമങ്ങളുണ്ടായിട്ട് അത്തരം വിവരമുണ്ട്? അതൊന്നും പറയാം. അതൊക്കെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ അതിനൊന്നും ഒരു പ്രസക്തിയില്ല. അതൊക്കെ വിട്ടേക്ക്. മറ്റൊന്ന്, ഈ UDF സഹകരണവുമായി ബന്ധപ്പെട്ടപ്പോൾ UDF നേതാക്കൾ, KPCC അധ്യക്ഷൻ, പ്രതിപക്ഷ നേതാവെല്ലാം അനുകൂലമായ ഒരു പ്രതികരണമാണ് നടത്തുന്നത്. ഇനിയും ചർച്ചയാവാം, വാതിലടച്ചിട്ടില്ല. PV അൻവർ അത്തരം ഒരു ചർച്ചയ്ക്കും സഹകരണത്തിനും ഇപ്പോഴും തയ്യാറാണ്. അല്ല, എനിക്കിതിൽ വ്യക്തിപരമായിട്ടൊരു ലാഭത്തിനല്ല. ഞാൻ എല്ലാം നഷ്ടം സഹിച്ച ആളാണ്, ഇനിയും നഷ്ടം സഹിക്കാൻ ആളാണ്. ഞാനിപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞ് നടത്തിയ പ്രസ് മീറ്റിൽ പറഞ്ഞല്ലോ, നമ്മൾ ഈ മലയോര വിഷയവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, പിന്നെ പോലീസുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, ഈ PSC-യുമായി ബന്ധപ്പെട്ട ഇത്തരം വിഷയങ്ങളാണ് ഉന്നയിച്ചത്. അത് പറഞ്ഞിട്ടുണ്ട്. അത് UDF ആലോചിക്കട്ടെ. അതിന് ഒരു നിലപാടിലേക്ക് UDF വരാൻ ഒരു പ്രയാസമില്ല. UDF വരേണ്ട ഒരു 3,000 കോടിയാണ്. ഈ 1.5 കോടി കേരളത്തിൻ്റെ പകുതി ജനങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നം പരിഹരിക്കാൻ വെറും 3,000 കോടി രൂപ ഉണ്ടായാലും തീരുന്നതാണ് 99.9%. അങ്ങനെ ഒരു തീരുമാനം UDF-ന് എടുക്കാൻ എന്താ ബുദ്ധിമുട്ട് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാനതിന് വേണ്ടിയിട്ടാണല്ലോ ഈ പോരാട്ടം നടത്തുന്നത്. അത് ഓക്കെ എന്ന് പറഞ്ഞാൽ പിന്നെ അവരായിട്ട് സഹകരിക്കാൻ എന്താ പ്രശ്നം? ചില ഘടകങ്ങൾ അനുകൂലമാവുകയും വലിയ വോട്ട് പിടിക്കുമെന്നും നേരത്തെ പ്രതീക്ഷിച്ചിരുന്നു. എന്തായിരിക്കും ഈ 20,000-ലേക്ക് എത്താൻ അല്ലെങ്കിൽ ഈ പ്രതീക്ഷിച്ച വോട്ടുകളിലേക്ക് പോകാൻ കഴിയാതിരുന്നത്? അല്ല, അതൊക്കെ തെരഞ്ഞെടുപ്പാണ്.
ആളുകളുടെ മനോഗതം വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഉണ്ടാകുന്ന മനോഗതം പോളിംഗ് ബൂത്തിൽ എത്തുമ്പോൾ ചിലപ്പോൾ മാറും. മനസ്സിലായില്ലേ? കാരണം ഇതാകെ മൊത്തം ഒരു വൈബ്രേറ്റിംഗ് സിറ്റുവേഷൻ ആയിരുന്നു ഇവിടെ. ആളുകൾക്ക് എന്ത് ചെയ്യണമെന്ന് എങ്ങനെ തീരുമാനിക്കണം എന്നറിയാത്ത 10,000 കണക്കിന് വോട്ടർമാരുണ്ടായിരുന്നു. സ്വാഭാവികമായിട്ടും ആ പോളിംഗ് ബൂത്തിൽ കയറുമ്പം അവർക്ക് ഉണ്ടായ ഒരു മാനസിക എന്താ പറയുക തോന്നലിൻ്റെ ഭാഗമായിട്ട് ഇറ്റ് മേ ഹാപ്പൺ. എന്നാലും നമ്മൾ പരാജയപ്പെട്ടിട്ടില്ലല്ലോ. നിങ്ങളൊക്കെ തന്നെ 2000, 3000, 4000, 5000 എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അവസാനം ഒരു 7000-ലൊക്കെ എത്തുമ്പം 20,000+ എത്തിയില്ലേ? അത് തന്നെ നമുക്ക് വിജയമല്ലേ. എന്നുവെച്ചാൽ സർക്കാർ വിരുദ്ധ വോട്ടുകൾ ജയിക്കുന്ന സ്ഥാനാർത്ഥിയിലേക്ക് പോയി, തങ്ങൾക്ക് ലഭിക്കേണ്ട വോട്ടുകൾ ജയിക്കാൻ സാധ്യതയുള്ള സ്ഥാനാർത്ഥിയിലേക്ക് പോയി എന്നാണ് കണക്കാക്കുന്നത്. ഇല്ല, അത് ഞാൻ പറഞ്ഞില്ലേ, പല മാനസികാവസ്ഥ ഉണ്ടാവും. അപ്പോൾ ഇവിടെ അങ്ങനെ ഒരു മാനസികാവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തി. കാരണം നമുക്ക് ആളുകളെ ബോധ്യപ്പെടുത്താനും പറയാനും ആളുകളെ ബ്രെയിൻ വാഷ് ചെയ്യാനൊന്നും നമുക്ക് സമയം കിട്ടിയിട്ടില്ല, അതിൻ്റെ പ്രവർത്തകരും ഉണ്ടായിട്ടില്ല. ഞാനൊരു ഇലക്ഷന് പോലും സജ്ജമില്ലാതെ ഒരു ചിന്ത പോലും ഇല്ലാതെ നിൽക്കുന്ന സമയത്താണ് ആകെ ഒരാഴ്ചയാണ് ഇത് കിട്ടിയത്. അപ്പോൾ ഇത്രയൊക്കെ തന്നെ നമുക്ക് ചെയ്യാൻ കഴിയുള്ളൂ. എന്നാലും നമുക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നു. സ്വാഭാവികമായിട്ട് ഞാൻ ഈ പറഞ്ഞ ഈ മെൻ്റൽ വൈബ്രേഷൻ്റെ ഭാഗമായിട്ട് വോട്ടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആവും. മറ്റൊന്ന്, ഇപ്പോൾ ആര്യാടൻ ഷൗക്കത്ത് MLA ആയിരിക്കുന്നു. നിലമ്പൂർ മണ്ഡലത്തെക്കുറിച്ച് അറിയുന്ന മുൻ MLA എന്ന നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ തുടർ പ്രവർത്തനത്തിന് വേണ്ട സഹായവും സഹകരണവും താങ്കളുടെ ഭാഗത്തു നിന്നുണ്ടാവും? പരിപൂർണമായിട്ടുണ്ടാവും. ആ മണ്ഡലത്തിലെ ജനങ്ങളാണല്ലോ വോട്ട് ചെയ്തത്. ആ മണ്ഡലത്തിലെ തുടർ പ്രവർത്തനങ്ങളും അവിടുത്തെ ഡെവലപ്മെൻറ്റ്സും ഏറ്റെടുക്കാൻ അദ്ദേഹത്തിന് സാധിക്കേണ്ടതുണ്ട്. അതിന് പരിപൂർണ പിന്തുണ കൊടുക്കും. ഇതിനെന്താ തർക്കം? എല്ലാ നിരക്കിലെ പിന്തുണ കൊടുക്കും. വ്യക്തിപരമായും കൊടുക്കും, രാഷ്ട്രീയപരമായിട്ടും കൊടുക്കും. കാരണം അദ്ദേഹം പ്രവർത്തിക്കുന്നത് ആ ജനങ്ങളുടെ വിഷയത്തിലാണെങ്കിൽ 100% സപ്പോർട്ട് നമ്മൾ കൊടുക്കും. എന്തായാലും